ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമാണ്. അത് ബ്രെഡ് കൊണ്ട് എളുപ്പത്തിൽ കഴിയും കേട്ടോ. ഇങ്ങനൊരു പാക്ക് ബ്രെഡ് എടുത്ത് അതിങ്ങനെ കീറിയിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ സൈഡെല്ലാം കളയാം. ഞാൻ സൈഡൊന്നും കളയാതെയാണ് പൊടിച്ചെടുത്തത്. ഇതാ ഒരു ട്രിപ്പ് പൊടിച്ച് ഞാൻ ഒരു പാത്രത്തിലേക്ക് തട്ടി. അടുത്ത ഭാഗത കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മിക്സിയിലേക്ക് ഇടണേ. അതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു. പാല് തണുത്ത പാൽ, അധികം തണുപ്പല്ല, റൂം ടെമ്പറേച്ചർ മതി കേട്ടോ. പാലിലാണ് കുഴയ്ക്കുന്നത്. നന്നായി കുഴച്ചെടുക്കുക. ചപ്പാത്തിയുടെ ഒരു പരുവത്തിലാക്കി എടുക്കണേ. നന്നായി കുഴച്ചെടുത്തു. ഇതിങ്ങനെ ഒരു ബോൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് ഞാൻ ഉരുളിയെ വെച്ച്, നിങ്ങൾക്ക് ഏത് പാത്രം വേണേലും വെക്കാം. പാത്രം എടുത്ത് എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് ഓയിലും ചെയ്യാം കേട്ടോ. പിന്നെ ഷുഗർ സിറപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് 5-6 സ്പൂണ് പഞ്ചസാര ഇട്ട്, ഞാൻ കുറവാണ് ഇട്ടത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം പറ്റുമെങ്കിൽ കൂടുതൽ ചേർക്കാം. 5-6 സ്പൂണും പഞ്ചസാരയും ചേർത്ത് കുറച്ച് ഒരു 2-3 സ്പൂണ് വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം തിളപ്പിക്കും. ഒരു 3 ഏലക്കായ പൊട്ടിച്ചിട്ട് അതിലിട്ട് ചതച്ചിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ബ്രെഡ് ഇതാ ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ചൂടാക്കിയോന്ന് അറിയാൻ വേണ്ടി കുഞ്ഞു ഒരു ഉരുളി അതിലിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. അതുണ്ടോ ബബിളായിട്ട് വരുന്നത്. ഇനി ഓരോന്നോരോന്നായി ചൂടായ എണ്ണയിലേക്ക് ചേർക്കണേ. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. ഏകദേശം ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം കേട്ടോ. ഈ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇതാ ഓരോ സെക്ഷനായി ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷൻ വെളിച്ചെണ്ണയിലേക്ക് ഇടുകയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും. ആദ്യത്തെ സെറ്റ് നമ്മൾ ഇതാ പഞ്ചസാര പാവിലേക്ക് ചേർത്തു ഇളക്കി കൊടുക്കുകയാണ്. അടുത്ത സെക്ഷൻ എന്താ ഉരുളിയിൽ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇതാ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അതും ഞാൻ മാറ്റുകയാണ്. ഇതാ കോരി എടുക്കുകയാണ് കേട്ടോ.
ആദ്യം ഇട്ടത് പഞ്ചസാര നന്നായി ഉള്ളിലെല്ലാം കയറിയിട്ടുണ്ട്. ചൂട് തണിയാൻ വേണ്ടി ഞാൻ മാറ്റി വെക്കുകയാണ് കേട്ടോ, 2-3 അടുത്ത സെക്ഷൻ ഞാൻ ഇതിലേക്ക് ചേർത്തു. പറ്റുമെങ്കിൽ ഒരു 1/2-3/4 മണിക്കൂർ വെച്ചാൽ നന്നായി പഞ്ചസാര പാവ് ഇത് കുടിച്ചെടുക്കും. ഇത് അടിപൊളിയാണ് കേട്ടോ.